അപ്പോൾ നമ്മുടെ കേരള പോലീസിലേക്ക് വുമൺ പോലീസ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ CPOൻ്റെ നോട്ടിഫിക്കേഷൻ ചെയ്ത സമയത്ത്, വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, CPO ആവട്ടെ, അതുപോലെ തന്നെ WCPO ആവട്ടെ, ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ മുമ്പിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിലവിൽ BFO, അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ 20-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ നമ്മൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. പൊതുവേ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോബിന് ആവശ്യമായിട്ടുള്ള SSC, അതുപോലെ തന്നെ RRB, റെയിൽവേ, RRB, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ളതായിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പലരും പറഞ്ഞതാണ് അപ്പോൾ PSCക്ക് ആവശ്യമായിട്ടുള്ളതും കൂടി വേണമെന്ന്. വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിൽ വളരെ ഹൈ ചാൻസുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം BFOൻ്റെ തന്നെ 87 രൂപയാണ് മുഴുവൻ സിലബസും കവർ ചെയ്ത് ഓൾസോ സ്പെഷ്യൽ ടോപ്പിക്കും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ തരുന്നത്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. CPOൻ്റെയും WCPOൻ്റെയും പ്രിപ്പയർ ആവുന്ന സമയത്ത്, അതായത് റെഡി ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിൾ, വനിതാ പോലീസ് കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പെൺകുട്ടികൾ ഏറെ കാത്തിരുന്നൊരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വന്ന സമയത്ത് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്തതാണ്. വാട്സപ്പ് ചാനലിലും അതുപോലെ തന്നെ ടെലിഗ്രാമിലും ഓൾസോ ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 15/12/2025 ഗസറ്റിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14/1/2026. ഇത് ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ. ഇതിന് മുൻപ് നിങ്ങൾ അപേക്ഷിക്കണം. അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം. കേരള PSCൻ്റെ വെബ്സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണുന്ന പോലത്തെ ഈ ഒരു ഇൻ്റർഫേസിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. സോ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ യൂസർ ID പാസ്വേഡ്, 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ യൂസർ ID പാസ്വേഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് എൻ്റർ ചെയ്യുക. അത് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് OTP വെരിഫിക്കേഷൻ നടത്താനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ മെയിലിലേക്കൊക്കെ OTP വരും. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ OTP വെരിഫിക്കേഷൻ നടത്തി കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ OTP എൻ്റർ ചെയ്യുക. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ ആ ഒരു ഓപ്ഷനിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന കാറ്റഗറി നമ്പർ 550/2025 ആണ് കേട്ടോ. 550/2025. ഇവിടെ ഒരു ഡെമോക്ക് വേണ്ടി അടിച്ചതാണ്, അത് നോക്കണ്ട. ഇതാണ് യഥാർത്ഥ കാറ്റഗറി നമ്പർ. ഇവിടെ കാണാൻ സാധിക്കും 550/2025. ഈ കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ, ഇത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇനി പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അവിടെ ക്വിക്ക് അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല, അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരള പോലീസിലേക്ക് വുമൺ പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 31,100 മുതൽ 66,800 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത്. വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല കേട്ടോ. സ്റ്റേറ്റ് വൈഡ് വേക്കൻസി ആയിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ കാണാൻ സാധിക്കും മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും അപേക്ഷിക്കാം. സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനാണ്, കേരളത്തിന് ഒട്ടാകെ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ 18 to 26 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 2/1/1999 അതുപോലെ തന്നെ 1/1/2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. OBC ഉദ്യോഗാർത്ഥികളാകുമ്പോൾ 29 വയസ്സ് വരെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ SC/ST ഉദ്യോഗാർത്ഥികളാകുമ്പോൾ 31 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ. ഇനി വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് മിനിമം നിങ്ങൾക്ക് +2 മതി. +2 ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. മിനിമം +2 മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. ഇനി SC/ST ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ പ്രത്യേകം പറയുന്നത് കാണാൻ സാധിക്കും. SC/ST കാൻഡിഡേറ്റ് അതിൽ പ്രത്യേകം പറയുന്നത് ഹാവ് ഫെയിൽഡ് ഇൻ ഹയർ സെക്കൻഡറി, അതായത് ഹയർ സെക്കൻഡറി +2 എക്സാമിനേഷൻ നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും SC/STൻ്റെ ആണ്, ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും, ഇഫ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ആർ നോട്ട് അവൈലബിൾ. SC/STൻ്റെ കോട്ട ഫില്ല് ചെയ്യാനായിട്ട് +2 ഫെയിൽ ആയവരെയും അവരുടെ അപേക്ഷയും സ്വീകരിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ +2 ഫെയിൽ ആയിട്ടുള്ളത് SC/STക്ക് അപേക്ഷിക്കാം. പക്ഷേ പാസ്സായിട്ടുള്ള ആൾക്കാർ കൂടുതലാണെങ്കിൽ അവരെ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ ഫെയിൽ ആയിട്ടുള്ളവരെ കൺസിഡർ ചെയ്യത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് +2 ആണ് യോഗ്യത. ബാക്കി എല്ലാവർക്കും യോഗ്യത +2 ആണ്. SC/STക്കും യോഗ്യത +2 തന്നെയാണ്. ഇനി +2 ഉള്ളവരില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യും, ഫെയിൽ ആയിട്ടുള്ളവരെ, അത് ഓൺലി SC/ST ആണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ വുമൺസിൻ്റെ ഹൈറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മിനിമം ഇതിനെ അപേക്ഷിക്കാൻ 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. അതുപോലെ തന്നെ SC/ST ഉദ്യോഗാർത്ഥികളാകുമ്പോൾ 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. മെഡിക്കലി അതുപോലെ തന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം PSCൻ്റെ എക്സാം ഉണ്ടാവും. ആ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരും. 8 ഐറ്റംസ് ഉണ്ട്, ഇവിടെ കാണാൻ സാധിക്കും 8 എണ്ണം. അതിൽ ഏതെങ്കിലും 5 എണ്ണം പാസ്സായാൽ മതി കേട്ടോ. ഓരോന്ന് ഞാൻ പറയാം. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്,
പുട്ടിംഗ് ദി ഷോട്ട് 200 മീറ്റർ റണ്ണ്, അതുപോലെ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, ഷട്ടിൽ റൈസ്, സ്കിപ്പിംഗ്. അപ്പോൾ അതിൻ്റെ ടൈം, ഡിസ്റ്റൻസ്, കൗണ്ട് കാര്യങ്ങളൊക്കെ നേരെ ഇപ്പുറമുള്ള പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഐറ്റംസ്, ഈ കാണുന്ന ടൈം ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ നിങ്ങൾ കവർ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഏതെങ്കിലും 5 മതി, ഏതെങ്കിലും നിർബന്ധമില്ല, ഇത് തന്നെ പാസ്സാണോ നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും 5 നിങ്ങൾ ക്വാളിഫൈ ചെയ്തെന്ന് വിചാരിക്കും, നിങ്ങൾ ഫിസിക്കൽ പാസ്സാകുന്നതായിരിക്കും. ഇത് തന്നെ ആവണം നിർബന്ധമില്ല, ഏതെങ്കിലും 5 ക്വാളിഫൈ ചെയ്താൽ ഫിസിക്കൽ പാസ്സാകും. സോ ഇത്രയധികം കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ, മിനിമം +2 ആണ് യോഗ്യത, അപ്പോൾ മാക്സിമം അവരിലേക്ക് ഷെയർ ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. പരമാവധി അവരിലേക്ക് ഷെയർ ചെയ്യുക. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും അതുപോലെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.